ഞായറാഴ്ചയായിട്ട് ഇവരെല്ലാവരും വന്നതല്ലേ, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് എന്തെങ്കിലും മേടിച്ചാലോ? അൽഫാമോ എന്തെങ്കിലും? അൽഫാം മേടിക്കാം. വായിക്കണം. നീ ഓർഡർ ചെയ്യുമോ? കൊച്ചിലോട് മാമ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയാ പോലെ അൽഫാം? ഞാൻ ഉണ്ടാക്കാം. ഓ മക്കളുണ്ടാക്കുമോ? ഞാൻ ഉണ്ടാക്കാം. ചിക്കൻ ഉണ്ടാണ് വീട്ടില്. മക്കളെ ജസ്റ്റ് ഒന്ന് നോക്കോ, അത് മതിയാവോ? ഹലോ ഫ്രണ്ട്സ്, നമ്മളിനി കനൽ ചുട്ടിട്ട് അൽഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് പ്രിപ്പറേഷനോട് കിടക്കാം. ഇത് നമ്മൾ വരഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മസാല പിടിക്കാനാണ്. പിന്നെ ഈ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഇടാൻ. ഇതിനെ മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, അതുപോലെ മുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചതുമാണ്. ഓക്കെ, ഇതിനോട്ട് മിക്സ് ചെയ്യാം. നമ്മളെല്ലാം പാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കനലുണ്ടാക്കാൻ നമുക്ക് ചിരട്ടയിടാം. ചൂടായതിനാൽ നമുക്ക് സഹായത്തിന് മാമനെയും വിളിക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ഗ്രില്ലാണ്, ഇരുമ്പിൻ്റെ ഗ്രില്ലാണ്. ഇതിൻ്റെ പുറത്തോട്ട് വയ്ക്കാം. വീഡിയോ കാണുന്ന പോലെ കനൽ നല്ല ചൂടായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് വയ്ക്കാം. ഇനി സഹായത്തിനായി നമുക്ക് ഈ രണ്ട് മാമന്മാരെയും വിളിക്കാം. ഇനി ഈ പീസിന്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഇനി കുറച്ചായി കഴിയുമ്പോൾ മറിച്ചിടണം. എന്നിട്ട് നമ്മൾ തവി വെച്ച് ഇതിനെ പ്രസ് എടുക്കണം. എന്തെന്ന് വെച്ചാൽ ഇതിന്റെ വെള്ളം പോവാനാണ്. ഇനി നമുക്ക് വെന്ത അൽഫാമിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. വൈകുന്നേരം തുടങ്ങിയതാണ്, ഇപ്പോൾ രാത്രിയായി. ചെറിയ ചെറിയ പീസുകൾ പെട്ടെന്നാവും. ഇനി വലിയ പീസുകളാണുള്ളത്, അത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അൽഫാം റെഡി. ഓ, നമുക്കതെല്ലാം കഴിക്കാം. ഇനി ഇതായിട്ടുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടാ. വാ. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് കഴിച്ചു. നമുക്ക് അങ്കിളിന് കൊടുക്കാം. സൂപ്പർ സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. അല്പം സമയം എടുക്കുമെങ്കിലും ഉണ്ടാകാൻ വളരെ എളുപ്പമാണ്. നമ്മളെ സഹായിക്കുന്ന രണ്ട് മാമന്മാരാണ്, ഷിബു അങ്കും ഷാരാജ് അങ്കും. അപ്പോൾ നന്ദി അറിയിച്ച് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ. ബൈ.